നീ എന്റെ ഹൃദയവും ആത്മാവുമാണ്. ഞാൻ മരിക്കുമ്പോൾ എന്നെ ഓർത്ത് കരയാതിരിക്കുക. കരയാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക മറിയം അബു ദക്ക തന്റെ 13-കാരനായ മകന് എഴുതിയ ഈ അവസാന വരികൾ ഇന്ന് ലോകത്തിന്റെ കണ്ണുനീരിന് സാക്ഷിയാവുകയാണ്. 33-കാരിയായ മറിയം അസോസിയേറ്റ് പ്രസ്, ഇൻഡിപെൻഡന്റ് അറേബ്യ എന്നീ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു. ഖാൻ യൂണിസിലെ നസർ ആശുപത്രിയിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിലാണ് അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. എന്നാൽ അവളുടെ വിടവ് ലോകത്തെ ഏറെ തൊട്ടത് തന്റെ 13-കാരനായ മകൻ ഗൈത്തിനായി എഴുതിയ ഹൃദയസ്പർശിയായ കത്താണ്. എന്റെ മരണത്തിൽ കരയേണ്ട, എനിക്കു വേണ്ടി പ്രാർത്ഥിക്കൂ. ഞാൻ നിന്റെ ഓർമ്മകളിൽ, ചിരികളിൽ, സ്വപ്നങ്ങളിൽ ജീവിക്കും. ആശുപത്രികൾ, അഭയ കേന്ദ്രങ്ങൾ, മാധ്യമ പ്രവർത്തകർ പോലെയുള്ളവയെ ലക്ഷ്യമാക്കിയായിരുന്നു കഴിഞ്ഞ ആഴ്ച മാത്രം ഗസയിലെ തെക്കൻ മേഖലയിലുണ്ടായ വ്യോമാക്രമണങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറിയമിനൊപ്പം പ്രവർത്തിച്ച 5 ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു. സത്യം രേഖപ്പെടുത്താൻ ക്യാമറ എടുത്തവർ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് എന്നാണ് മാധ്യമ സംഘടനകൾ പറയുന്നത്. UN റിപ്പോർട്ടുകൾ പ്രകാരം ഗസയിലെ 60% ആശുപത്രികളിലും ഭാഗികമായോ പൂർണ്ണമായോ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. മരുന്നും വൈദ്യോപകരണങ്ങളും തീർന്ന സാഹചര്യത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനാവാതെ ആയിരക്കണക്കിന് ആളുകൾ വലയുന്നുണ്ട്. കുടിവെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത അവസ്ഥയിൽ ലക്ഷക്കണക്കിന് പേർ അഭയം തേടി മാറിപ്പോവുകയാണ്. എന്നാൽ സുരക്ഷിത കേന്ദ്രങ്ങൾ പോലും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതികരണമാണ് ഇതോടെ ഉയർന്നു വന്നിരിക്കുന്നത്. UN സുരക്ഷാ കൌൺസിലിൽ മറിയത്തിന്റെ കത്ത് വായിച്ചപ്പോൾ അതൊരു ജനതയുടെ കണ്ണീരായി ലോകം കേട്ടുനിന്നു. മറിയത്തിന്റെ അവസാന കത്ത് ഒരമ്മയുടെ സ്നേഹത്തിന്റെ മാത്രമല്ല, യുദ്ധത്തിനിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ജനതയുടെ പ്രാർത്ഥനയുടെ പ്രതീകം കൂടിയാണ്. ഗസയിൽ ഇന്നും തുടരുന്ന യുദ്ധത്തിന്റെ മാനുഷിക വില ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ഒരമ്മയുടെ അവസാന വരികൾ, കരയാതെ പ്രാർത്ഥിക്കുക. ഇത് സ്വന്തം മകന്റേത് മാത്രമല്ല, പൂർണ്ണമായും അഭയം തേടുന്ന ഒരു ജനതയുടെ അപേക്ഷ പോലെ ലോകം വായിക്കുകയാണ്. കരയാതെ പ്രാർത്ഥിക്കുക. അവരുടെ വാക്കുകൾ ഇന്നും ഗസയിലെ കുട്ടികളുടെ കണ്ണുകളിൽ പ്രകാശിക്കുന്ന ഒരു വിളിയാണ്. ട്രൂത്ത് ടൈംസ്, ട്രൂത്ത് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ്.